ഇന്നലെ മോർണിംഗ് ടാസ്കിൽ നോറയും ജാൻമണിയും തമ്മിൽ വഴക്കോട് വഴക്ക്. ടാസ്ക് എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലെ ഏത് കണ്ടസ്റ്റന്റിന്റെ പൊസിഷനിലേക്കാണ് എത്താൻ താല്പര്യമില്ലാത്തത് എങ്കിൽ അവരുടെ പേരും അതിനുള്ള റീസണും പറയുക എന്നതായിരുന്നു. ടാസ്കിൽ നോറ പറഞ്ഞത് ജാൻമണിയുടെ പേരായിരുന്നു. റീസൺ പറഞ്ഞത് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരെ പോയി സോപ്പിട്ട് അവരുടെ ഔദാര്യത്തിൽ നിൽക്കുന്നതായാണ് തോന്നിയതെന്നും അവരുടേതായ ഒരു ഇൻപുട്ടും ഹൗസിലേക്ക് കൊടുക്കുന്നില്ല എന്നതുമാണ് പറഞ്ഞത്. ഓക്കെ, നോറ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. കാരണം അത്രയും മോശമായാണ് നോറയെ ജാൻമണി ചിത്രീകരിച്ചിരുന്നത്. അവരുടെ പ്രാഗലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നോറ അത് പറഞ്ഞത് തന്നെ അവർക്ക് തീരെ പറ്റിയില്ല. നോറ വളരെ മാന്യമായിട്ടാണ് നോറയുടെ അഭിപ്രായം പറഞ്ഞത്. പിന്നീട് ടാസ്ക് കഴിഞ്ഞപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. അതാണല്ലോ ബിഗ് ബോസ് ഹൗസ്. ജാൻമണി പിറുപിറുത്ത് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നോറയുടെ ഒരു ചോദ്യം, മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം പോയോ എന്ന്. അതിന് ജാൻമണി വിഷം ചീറ്റുന്ന പോലെ തോന്നി കയ്യും ചൂണ്ടി വിഷം ചീറ്റി നോറയുടെ അടുത്തേക്ക്. അപ്പോൾ തന്നെ ബിഗ് ബോസ് വാർണിംഗ്, എല്ലാവരോടും വന്നിരിക്കാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം തന്നെ ഫിസിക്കൽ അസോൾട്ട് കാരണം ഇവിടെ ഉണ്ടായ പ്രോബ്ലംസ് കണ്ടതല്ലേ, പോരാത്തതിന് ലാസ്റ്റ് വാർണിംഗ് എന്ന രീതിയിൽ ജാൻമണിക്ക് ഒരു വാർണിംഗ് കൊടുത്തു. ഭയങ്കര മോശം ബിഹേവിയറാണ് ചില സമയത്ത് ജാൻമണി എന്ന സ്ത്രീയിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ 5 ബാര ജാൻമണിയുടെ, അവർ എന്തിനാ ഇങ്ങനെ ജാൻമണിയുടെ പിന്നാലെ വാലു പിടിച്ചു നടക്കുന്നത്? ജാൻമണി അതിന് ആരാ ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റന്റ്. നോറയുടെ മേലെ അവരുടെ കൈ തട്ടിയിരുന്നെങ്കിൽ കഥ തന്നെ മാറുമായിരുന്നു. പേഴ്സണലി എനിക്ക് തോന്നുന്നത് അവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ചെയ്യണമെന്നാണ്. ബിക്കോസ് അവരുടെ കളി വേറെ ഒരു ടൈപ്പാണ്. കുട്ടികളൊക്കെ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ പേടിച്ചു പോകും. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.